ബെഡ്റൂം വടക്ക് കിഴക്കാണെങ്കിൽ ഉറപ്പായിട്ടും മറ്റൊരു ബെഡ്റൂം നിങ്ങൾക്കുണ്ടെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള ബെഡ്റൂം ഈ വർഷം ഒഴിച്ചിടുക. എന്നിട്ട് നിങ്ങൾ മറ്റൊരു ബെഡ്റൂമിലേക്ക് മാറുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ നിങ്ങൾ മറ്റുള്ള പ്രോഗ്രാമുകൾ കണ്ടിട്ട് ഓരോ ദിക്കിൻ്റെയും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതാത് സ്ഥലത്ത് യഥാവിധി പരിഹാരങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കിഴക്ക് ഭാഗത്ത് എന്തായാലും നിങ്ങൾക്കൊരിത് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ സ്വീകരണ മുറി എടുക്കുക. സ്വീകരണ മുറിയിൽ 4 ദിക്കുകൾ 4 സ്വർഗീയ മൃഗങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്നു എന്നാണ്. കിഴക്ക് വന്നിട്ട് ഒരു പച്ച ഡ്രാഗൺ, തെക്ക് വശത്ത് ഒരു ഫീനിക്സ് ബേഡ്, പടിഞ്ഞാറ് വശത്ത് ഒരു വെള്ളക്കടുവ, വടക്ക് വശത്ത് ഒരു ആമ. അപ്പോൾ ഈ ഒരു 4 സിമ്പിൾസ് നിങ്ങൾക്ക് ഈ 4 ദിക്കുകളിലായിട്ട് സൂക്ഷിക്കാവുന്നതാണ്. അടുത്തത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു പ്രധാന ടൂൾസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ഒരു വെൽത്ത് ഷിപ്പിൻ്റെ സിമ്പിൾ വയ്ക്കാവുന്നതാണ്. അതുപോലെ വീടിൻ്റെ പുറത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് 6 ദണ്ടുകളുള്ള ഒരു ബെല്ലും തൂക്കിയിടാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് മൊത്തത്തിലൊരു എനർജി ചേഞ്ച് ഉണ്ടാവുകയും ജീവിതത്തിലേക്ക് കുറേ പുതിയ മാറ്റങ്ങളും നല്ല അനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്തിട്ടുള്ള ചില ടൂൾസ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. ഇതാണ് വെൽത്ത് ഷിപ്പ് എന്ന് പറയുന്നത്. ഇത് സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ്. ഇത് അനിമൽസ്, ടോർട്ടോയ്സ്, ഡ്രാഗൺ, വൈറ്റ് ടൈഗർ, ഫീനിക്സ് ബേഡ്. ഇത് ലിവിംഗ് റൂമിൻ്റെ 4 ഭാഗത്തായിട്ട് വയ്ക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ സിമ്പിൾസുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സൗഭാഗ്യങ്ങളെ ഫെങ്ഷുയിൽ നിങ്ങൾക്ക് പിടിച്ചെടുക്കാനോ അല്ലെങ്കിൽ വർദ്ധിപ്പിക്കാനോ ഫെങ്ഷുയിലൂടെ സാധിക്കും.